എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് അവസാനിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് ആവശ്യമുള്ളവർ മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. പ്രൈവറ്റ് റീഡിംഗ് നൽകുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്ലേറ്റ് ആകണമെന്നില്ല. റെസ്ലേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ആദ്യമായിട്ട് ഒന്നാമത്തെ കാർഡായ ദി ടവർ എന്ന കാർഡിലെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ദി ടവർ എന്ന കാർഡ് നൽകുന്നത് വലിയൊരു അനുഭവമായിരിക്കും. ആകസ്മികമായൊരു മാറ്റം, ഒരു തകർച്ച തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നു. തേർഡ് പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. തേർഡ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പരാജയപ്പെടുകയാണ്. തേർഡ് പാർട്ടിക്ക് ഇനി അധികകാലം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. തേർഡ് പാർട്ടി ശ്രമിച്ചിരുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ സൂചന പോലും നിങ്ങൾക്കറിയാൻ കഴിയും. കുറേ കാലമായി ഈ തേർഡ് പാർട്ടി സ്വയം നിർമ്മിച്ച് സ്വയം താൻ വലിയ ശക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്നു. അതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥയാണുള്ളത്. തേർഡ് പാർട്ടി തകർന്നടിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 3 ഓഫ് സ്വാർഡ് എന്ന രണ്ടാമത്തെ കാർഡാണ്. വളരെ വേദന, വിശ്വാസമായ ചില ലംഘനങ്ങൾ, വേർപിരിയൽ എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണത്താൽ നിങ്ങൾ മുമ്പ് അനുഭവിച്ച ദുരിതങ്ങളുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനി അതുണ്ടാകില്ല. എന്നാൽ ഈ വേദന സത്യാവസ്ഥ തിരിച്ചറിയാൻ സഹായിക്കും. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഇടയിലുള്ള സ്നേഹത്തിൻ്റെ പരസ്പര വിലയില്ലായ്മ അവസാനിക്കുകയാണ്. തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് തേർഡ് പാർട്ടി വിജയിച്ചു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടി പരാജയപ്പെടുകയാണ്. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ദൃഢമായ ബന്ധത്തിലേക്ക് വഴി തുറക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ പൂർണ്ണമായ അവസ്ഥ, തേർഡ് പാർട്ടിയുടെ പൂർണ്ണമായ മനസ്സ് ഇവിടെ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇത്രയും മലീമസമായ മനസ്സുമായിട്ടാണല്ലോ ഈ തേർഡ് പാർട്ടി ജീവിച്ചിരുന്നത് എന്ന് ലോകം കണ്ടെത്തുകയാണ്. നിങ്ങൾ തന്നെ ഈ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം കണ്ടെത്തുന്നത് ഇതിലൂടെയാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ കയറി എന്തെല്ലാം പ്രതിസന്ധികളാണോ സൃഷ്ടിച്ചത്, ആ പ്രതിസന്ധികളുടെ ആകെത്തുക നിങ്ങൾക്കിവിടെ കാണാം. പക്ഷേ ഇനി തേർഡ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം ഉണ്ടാകില്ല. തേർഡ് പാർട്ടി പരാജയപ്പെട്ട് പിന്മാറുകയും തേർഡ് പാർട്ടിക്ക് യാതൊരു വിജയവും ഉണ്ടാക്കാൻ കഴിയാതെ പുറത്തു പോകേണ്ടി വരികയും ചെയ്യും. തേർഡ് പാർട്ടിയുടെ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ, തേർഡ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും. തുടക്കത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ബന്ധം അടുക്കുകയും തെറ്റിദ്ധാരണയും അഭിപ്രായ വ്യത്യാസവും മാറുകയും സ്നേഹത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. അടുത്ത കാർഡ് സൂര്യനാണ്. സൂര്യൻ വിജയത്തെ പ്രതിനിധീകരിക്കുന്നു, ധൈര്യത്തെ പ്രതിനിധീകരിക്കുന്നു. തേർഡ് പാർട്ടിയിൽ അതീതമായി നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട വിജയത്തെ തടുക്കാൻ തേർഡ് പാർട്ടിക്ക് കഴിയുന്നില്ല. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അവസാനിക്കുന്നു. ഈ അവസാന ഘട്ടത്തിൽ, ഈ അവസാന കാർഡിൽ തേർഡ് പാർട്ടിയുടെ സകല ഇടപാടുകൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ബന്ധം വീണ്ടും ഉദിക്കും. ഇത് വളരെ നല്ലൊരു സൂചനയായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ അവസാനം ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വം, വിശ്വാസം, ആത്മവിശ്വാസം എന്നിവ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഏത് പ്രവർത്തനങ്ങളാണോ തേർഡ് പാർട്ടി നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്,
ആ പ്രവർത്തനത്തിൽ തേർഡ് പാർട്ടി പരാജയപ്പെടുകയും വിജയം നിങ്ങൾക്ക് വരികയും ചെയ്യുന്നു. എല്ലാത്തിനെയും തച്ചുടച്ചുകൊണ്ട്, എല്ലാം പ്രതിസന്ധികളെയും മറിച്ചിട്ടുകൊണ്ട് ആ ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നു. മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ഇഴയടുപ്പമുള്ള ബന്ധം തിരിച്ചു വരുന്നത് കണ്ട് തേർഡ് പാർട്ടി വിരളി പിടിച്ചോടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടിക്ക് ആർത്തി മൂത്തിരുന്നു നിങ്ങളെ നാണം കെടുത്താൻ, നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ. നിങ്ങളപ്പോൾ വിചാരിച്ച് തേർഡ് പാർട്ടിയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ അതല്ല സംഭവിച്ചത്. തേർഡ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. തേർഡ് പാർട്ടി തോറ്റ് നാണം കെട്ടു പോകുന്നു. എത്ര കാലമായി നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നു. നിങ്ങളുടെ വിജയം ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഘോഷിച്ചു കൊള്ളുക. കാരണം നിങ്ങൾ ഏറ്റവും സത്യസന്ധമായ വ്യക്തിയെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. എല്ലാ ശല്യവും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. തേർഡ് പാർട്ടിക്ക് ഇനി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കിടയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ സമാധാനം കളയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.